വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് രമേശേട്ടൻ്റെ ഫേവറേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വെള്ളയപ്പവും നാളികേരപ്പാലുമാണ് ആളുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ. എനിക്കും മുത്തുക്കുട്ടിക്കും ഈ നാളികേരപ്പാലിൻ്റെ സംഭവം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുട്ടത് എഗ് ബോയിലറാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഈസി ആയിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ മുട്ട ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. പിന്നെ അതേ നമ്മുടെ ഈ ഒരു പ്രീതി സോഡിയ പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളപ്പമാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പമാണ്, നല്ല ടേസ്റ്റാണ്. മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി മുന്നത്തെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളപ്പത്തിന് നമുക്ക് വേണ്ടത് അരയ്ക്കാൻ അരിപ്പൊടിയാണ്. അതായത് നമ്മുടെ ഇടിയപ്പപ്പൊടി പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതൊരു 1.5 കപ്പ്, ഒരു 1/4 കപ്പ് നമ്മൾ കഴിക്കുന്ന ഏത് ചോറാണെങ്കിലും ആ ചോറ്, പിന്നെ 1/4 കപ്പ് നാളികേരം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ചുപ്പ്, കുറച്ച് വെള്ളം, ഇത്രയും കൂട്ടി ഒരൊറ്റ അടി അടിക്കുക. നന്നായി അരങ്ങി വന്നാൽ ഒരു 5 മണിക്കൂറിലൊക്കെ സാധാരണ ആവും, റൂം ടെമ്പറേച്ചർ അനുസരിച്ച്. അല്ലെങ്കിൽ നോർമൽ തലേദിവസം രാത്രി അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ അടിപൊളി പൂ പോലെ സോഫ്റ്റ് വെള്ളപ്പായിരിക്കും കേട്ടോ. അപ്പോൾ അരി ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇത് ഈ പറഞ്ഞ പോലെ മുട്ട റോസ്റ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ്. നിങ്ങൾ ഈ വെള്ളപ്പത്തിൻ്റെ കറക്റ്റ് എമൗണ്ട് ഇളവൊക്കെ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ.